മഹാപരിശുദ്ധനും നീതിമാനും താൻ മാത്രം അമർത്തിനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നീതിസൂര്യനായ കർത്താവെ, അനുഗ്രഹമേറിയ ഈ നല്ലൊരു പകൽക്കാലം ദൈവം ദാനത്തിനായി സ്തോത്രം ചെയ്യുന്നത്. ഈ ദേശത്ത് കർത്താവിൻ്റെ വചനം മുഴങ്ങിക്കേൾക്കുമ്പോൾ അനേകർ കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് അവരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. സ്വർഗത്തിലെ സന്തോഷം കർത്താവ് ഈ ദേശത്ത് ഇറങ്ങി വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവരുടെ നാമമഹത്വത്തിനായി തീർക്കണം. പ്രാർത്ഥനയാകുന്ന കർത്താവ് കേട്ടതോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമുക്കൊരു ഗാനം ശ്രമിക്കാം. പ്രവാസ ഷൈജു തിരുവനന്തപുരം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരണമേ. അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരണമേ. അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൻ മക്കൾക്കു മന്ന പൊഴിച്ചു. എരുവയിൽ നിന്മേഘത്തണലായി, ഇരുളിൻ സ്നേഹനാളമായി. സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരുവയിൽ നിന്മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരണമേ. അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറണമേ. നീ തിരുനാമം വാഴ്ത്തുന്നു, മനുജനായി ഭൂമിയിൽ അവതരിച്ചു. മഹിയിൽ ജീവൻ വെടികഴിച്ചു, തിരുവിളവും ദിവ്യഭോജ്യവുമായി. ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവനെ, നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. തുടർന്ന് ചർച്ചക്കോട് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഫൈനാൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മദ്യത്തിന് മയക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സിറ്റിയിൽ കടന്നു വന്നിരിക്കുന്നത്. അനുഗ്രഹീത പ്രഭാഷകനായിരിക്കുന്ന മുളന്തറ ദൈവസഭയുടെ ശുശ്രൂഷകൻ കർത്താനദാസൻ MJ മാത്യു പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം മൂലം നമ്മുടെ സമൂഹത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ വിപത്തുകളെക്കുറിച്ചും
അതിന് ദൈവവചനത്തിന്റെ അടിസ്ഥാനമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ ഒരല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. അതുമ്പുംകുളം ദേശനിവാസികളായ പ്രിയപ്പെട്ടവരെ, ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദ വീഡിയോയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, പണിശാലകളിൽ പണി ചെയ്യുകയും തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുകയും ഭവനങ്ങളിൽ മറ്റ് വിവിധ നിലകളിൽ ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ വിലപ്പെട്ട സമയം അല്പ നിമിഷങ്ങൾ ഞങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കേരളം സമത്വ സുന്ദര കേരളം എന്നാണ് അറിയപ്പെടുന്നത്. സാംസ്കാരികതയുടെ ഔന്നത്യം പേറുന്ന ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ കഴിഞ്ഞ ചില സംവത്സരങ്ങൾ നമുക്ക് താങ്ങുവാനോ നമുക്ക് ഉൾക്കൊള്ളുവാനോ കഴിയാത്ത വിപത്തുകളും ദുരിതങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തെ ഗ്രസിച്ചു. ജലപ്രളയം എന്ന മഹാദുരിതം നമ്മുടെ കൊച്ചു കേരളത്തിലെ അനേകരുടെ സമ്പാദ്യങ്ങൾ, പ്രാണൻ ഒക്കെ ഒഴുകിക്കൊണ്ടുപോയി. അതൊക്കെ മാറി ഇനിയും കുറെ കാലങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോഴാണ് ലോകവ്യാപകമായി സംഭവിച്ച കോവിഡ് എന്ന മഹാമാരി ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ശവപ്പറമ്പ് കൊടുത്തുകൊണ്ട് ലോകത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ഈ കൊച്ചു കേരളവും നിന്ന് കുറച്ചു. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ രക്തബന്ധത്തിൽ പലരെയും ഈ അതിസൂക്ഷ്മ വൈറസ് മരണത്തിലേക്ക് പറഞ്ഞയച്ചു. അക്കാലഘട്ടവും കഴിഞ്ഞു. ഇതൊക്കെ വന്ന് വിപത്തുകൾ കൂടിക്കൂടി വന്ന് ഇനിയെങ്കിലും മനുഷ്യൻ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കും, അവർ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കുമെന്നൊക്കെ ആശ വെച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പ്രകൃതി വിപത്തുകൾ ഒരു പരിധിവരെ ഒതുങ്ങിയപ്പോൾ മനുഷ്യനിലെ ആസക്തികൾ വർദ്ധിക്കുകയും ഓരോ ദിവസവും നാം കേൾക്കുന്നത് ഇതുവരെ കേൾക്കാത്ത പുതിയ പുതിയ നികൃഷ്ടമായ സംഭവങ്ങളെ കുറിച്ചാണ് ദൃശ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത്.